2026 നോമ്പുകാല ചിന്തകളുടെ 26 ഭാഗത്തിലേക്ക് ഏവരെയും സസ്നേഹം സ്വാഗതം ചെയ്യാൻ ഇടയാകുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു. ഈ യാത്രയിൽ താല്പര്യത്തോടും പ്രതീക്ഷയോടും ക്ഷമയോടും ഇന്നുവരെയും പങ്കെടുത്ത ഏവരോടുമുള്ള നന്ദിയും വാത്സല്യവും അറിയിച്ചുകൊള്ളും. ഇന്നത്തെ ചിന്ത ഒരു ചോദ്യമാണ്. യേശു തൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്നതിന് മുൻപ് ധ്യാനിക്കുന്നതിനായി, ഉപവസിക്കുന്നതിനായി, ആത്മീയമായി തന്നെ ശോധന ചെയ്ത് തൻ്റെ അവസ്ഥ എന്താണെന്ന് സത്യസന്ധമായി വ്യക്തമായി മനസ്സിലാക്കുന്നതിന് വേണ്ടി മരുഭൂമിയിലേക്ക് പോയി എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ നോമ്പ് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് എന്നതുകൊണ്ട് നമുക്ക് ഒരു ചെറിയ ചോദ്യം ചോദിക്കാം. സാധാരണ ചോദിക്കാറില്ലാത്ത ഒരു ചോദ്യം ചോദിക്കാം. ആ ചോദ്യം എന്താണ്? യേശുവിൻ്റെ കൂടെ നാമും മരുഭൂമിയിലേക്ക് പോയിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു? ആ ചോദ്യം പ്രസക്തമാണ് എന്ന് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ആവശ്യമില്ല. യേശു മരുഭൂമിയിൽ പോയി, നല്ലതാണ്. പക്ഷേ യേശുവിൻ്റെ കൂടെ നാമും പോയിരുന്നെങ്കിലോ? അതാണ് ഈ വീഡിയോയുടെ ഉള്ളടക്കം. ഇതിൽ അനേക കാര്യങ്ങൾ ഉൾപ്പെടുത്തുവാൻ ഉദ്ദേശിക്കുന്നത് കൊണ്ട് ഒന്നും വേണ്ടതുപോലെ വിശദീകരിച്ച് കൈകാര്യം ചെയ്യുവാനുള്ള സാവകാശം ഉണ്ടായിരിക്കുകയില്ല എന്നും, അതുകൊണ്ട് സാധാരണ അവലംബിക്കുന്ന ഗതിയേക്കാൾ, സ്പീഡിനേക്കാൾ കുറച്ചുകൂടെ പെട്ടെന്ന് മുൻപോട്ട് പോകുവാനാണ് ഉദ്ദേശിക്കുന്നത് എന്നും ഈ തരുണത്തിൽ ഞാൻ സൂചിപ്പിക്കുകയാണ്. കാരണം അത്രമാത്രം ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ ഇതിൻ്റെ ഉള്ളടക്കം വേണ്ടതുപോലെ ഗ്രഹിക്കുവാൻ സാധ്യമാകുകയുള്ളൂ. അതുകൊണ്ട് ദയവായി നിങ്ങൾ നിങ്ങളുടേതായ കഴിവുകളും കൂടെ ഇതിൽ ഉൾപ്പെടുത്തി ഈ സംരംഭത്തിൽ സഹകരിക്കണമെന്ന് വിനയമായി അപേക്ഷിച്ചുകൊള്ളുന്നു. ഇത് ഒരു പഠനമെന്ന നിലയിലാണല്ലോ നാം വിഭാവന ചെയ്തിരിക്കുന്നത്. കൊണ്ട് തന്നെ ഞാൻ നോട്ട്സിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ഇപ്പോൾ ഇവിടെ ഞാൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്, വാട്ട് ഇഫ് വി ജോയിൻ ജീസസ് ഇൻ ദ വിൽഡർനെസ്? മരുഭൂമിയിൽ നാം യേശുവിനോടുകൂടെ ആയിരുന്നാൽ എന്താകുമായിരുന്നു? അപ്പോൾ ന്യായമായും നാം ആദ്യം തന്നെ ഒരു ചോദ്യം ചോദിക്കും. എന്താണ്? യേശുവേ, നാം എന്തിനാണ് മരുഭൂമിയിലേക്ക് പോകുന്നത്? അല്ലെങ്കിൽ മരുഭൂമിയിൽ തന്നെ പോകേണ്ട ആവശ്യം നിനക്കെന്താണ്? നിനക്ക് എന്തുകൊണ്ട് യെരുശലേം ദേവാലയത്തിലോ അല്ലെങ്കിൽ ഗലീല പ്രദേശത്തോ കഫർന്നഹൂമിലോ എവിടെയെങ്കിലുമുള്ള ഒരു ചെറിയ പള്ളിയിൽ ധ്യാനത്തിന് ഇരുന്നുകൂടായിരുന്നു? ഇപ്പോൾ പോട്ട പോലെയുള്ള ധ്യാന കേന്ദ്രങ്ങൾ, അല്ലെങ്കിൽ കൃപാസനം പോലെയുള്ള ഇടങ്ങൾ, അവിടെ വളരെ ഭക്തി കൊണ്ട് കരകവിഞ്ഞൊഴുകുന്ന സ്ഥലങ്ങൾ, അവിടെ ആയിക്കൂടായിരുന്നു? ഈ അമാന്തം ചെയ്യേണ്ട വല്ല കാര്യവും ഉണ്ടായിരുന്നോ എന്ന ന്യായമായും നാം ചോദിക്കും. അപ്പോൾ അങ്ങനെ ഞാൻ യേശുവിനോട് ചോദിച്ചു വന്നിരിക്കട്ടെ. അപ്പോൾ യേശു എന്നോട് പറയും, ഈ അടുത്തയിടെ നിന്റെ ടെമ്പിൾ ഓഫ് തോട്ട് എന്ന് പറയുന്ന യൂട്യൂബ് സംഗമത്തിൽ ഒരു സഹോദരി, എൻ്റെ ഒരു മകൾ പ്രതികരിച്ചത് നിനക്ക് ഓർമ്മയുണ്ടോ? അവൾ പറയുന്നല്ലോ, അവൾ ഈ മരുഭൂമിയുടെ അവസ്ഥയിൽ കൂടെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് നീ നടത്തുന്ന ഈ ടെമ്പിൾ ഓഫ് തോട്ട്സ് എന്ന് പറയുന്ന നോമ്പ് സംബന്ധമായ ചിന്തകൾ അവളുടെ ജീവിതത്തിൽ വളരെ അർത്ഥവത്തായി അനുഭവിക്കാൻ ഇടയാകുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ മനുഷ്യൻ്റെ അവസ്ഥ ഒട്ടുമുക്കാലും ഈ മരുഭൂമിയിലെ അവസ്ഥ തന്നെയാണ്. പട്ടണത്തിലാണെങ്കിലും സംസ്കാരത്തിൻ്റെ മടിയിലാണെങ്കിലും മണിമേടയിലാണെങ്കിലും എവിടെയാണെങ്കിലും എല്ലാം കഴിഞ്ഞ് സത്യമായ മനുഷ്യൻ്റെ അവസ്ഥ പരിശോധിക്കുമ്പോൾ എല്ലാവരും ഈ മണലാരണ്യത്തിൻ്റെ അവസ്ഥയിലാണ് എങ്കിലും അത് സത്യസന്ധമായി ഒന്ന് തുറന്ന് സമ്മതിക്കാനുള്ള സ്വാതന്ത്ര്യമോ ധൈര്യമോ മനുഷ്യർക്ക് ഇല്ലാത്തത് കൊണ്ട്
എല്ലാവരും ഈ യാഥാർത്ഥ്യം കടിച്ച് പിടിച്ച് സഹിച്ച് മിണ്ടാതെ മുൻപോട്ട് പോവുകയാണ്. അതുകൊണ്ട് മനുഷ്യർക്ക് നന്മ ചെയ്യാനായി ഉദ്ദേശിച്ചിട്ടുള്ള എൻ്റെ ദൗത്യം ആരംഭിക്കേണ്ടത് ഈ മണലാരണ്യ അനുഭവത്തെ, അതിൻ്റെ ഉള്ളടക്കത്തെ വ്യക്തമായി അറിഞ്ഞുകൊണ്ടായിരിക്കണം എന്നതുകൊണ്ടാണ് നാം ഈ മരുഭൂമിയിലേക്ക് പോകുന്നത് എന്ന് യേശു വ്യക്തമായും പറയുന്നു. മാത്രവുമല്ല, യേശു വീണ്ടും പറയും, ഈ മണലാരണ്യത്തിൻ്റെ അനുഭവം എന്ന് പറഞ്ഞാൽ അത് മോശമാണെന്ന് ആരും വിചാരിക്കരുത്. അത് നിഷേധാത്മകമാണ്, നെഗറ്റീവാണ് എന്ന് വിചാരിക്കരുത്. അത് വലിയ വലിയ അത്ഭുതകരമായ ആരംഭങ്ങളുടെ ഉറവിടമായും കാണാൻ സാധിക്കും. അതാണ് എനിക്ക് മനുഷ്യരാശിയോട് വെളിപ്പെടുത്താനുള്ള കാരണം. നമ്മൾ ഇതുവരെ കണ്ടതുപോലെ ബഹുഭൂരിപക്ഷം ആളുകളും, ഒരുപക്ഷെ ലോകത്തിലെ എല്ലാവരും തന്നെ ഈ മരുഭൂമിയുടെ അവസ്ഥയിലാണ്. പക്ഷേ അവരതിനെ നിഷേധാത്മകമായ കണ്ണിൽ കൂടെ കാണുന്നത് കൊണ്ട് അതിൻ്റെ സാധ്യതകൾ തിരിച്ചറിയാൻ കഴിയാതെ അവർ ആ അനുഭവത്തിൽ നിന്ന് വിടുതൽ പ്രാപിപ്പാൻ കഴിയാതെ അലഞ്ഞ് വലഞ്ഞ് ഇരിക്കുന്ന സാഹചര്യമാണ്. അതുകൊണ്ട് ഈ മണലാരണ്യ അനുഭവം എന്താണ് എന്ന് മനുഷ്യർക്ക് ആത്മീയമായി ഒന്ന് തിരിച്ചറിയാനുള്ള അവസരം കൂടെ സൃഷ്ടിക്കുകയാണ് എൻ്റെ ലക്ഷ്യം എന്ന് യേശു തീർച്ചയായും പറയും. അപ്പോൾ എന്താണ് ഈ മണലാരണ്യ അനുഭവത്തിൻ്റെ കാതലായ ഭാഗമെന്ന് ചോദിച്ചാൽ, മനുഷ്യർ അവരുടെ ജീവിതത്തെ സ്ഥാപിച്ചിരിക്കുന്ന അടിത്തറ, അതിന് നിലനിൽപ്പില്ലാത്ത ഒരവസ്ഥ അവർ തന്നെ അനുഭവിക്കുമ്പോഴാണ് തങ്ങൾ മണലാരണ്യത്തിൻ്റെ അനുഭവത്തിലാണ് എന്ന ഒരു ബോധം അവരുടെ ഉള്ളിൽ ജനിക്കുന്നത്. People realize that the foundation on which they have established their life is untenable. നമുക്കറിയാം, യോഹന്നാന്റെ സുവിശേഷത്തിൽ 4-ാം അധ്യായത്തിൽ യേശു കണ്ടെത്തിയ ശമര്യക്കാരി സ്ത്രീ, അവളും മണലാരണ്യത്തിൻ്റെ അനുഭവത്തിലായിരുന്നു എന്ന് അവൾക്ക് തിരിച്ചറിയാൻ കഴിയാതെ ഇരിക്കെ അവളുടെ തന്നെ അവസ്ഥ എന്താണെന്ന് സത്യത്തിൽ മനസ്സിലാക്കാൻ യേശു അവളെ സഹായിക്കുകയും തൽഫലമായി അവൾ ആ അവസ്ഥയിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് ഒരു പുതിയ ജീവിത ദർശനത്തിലേക്ക്, അവസ്ഥയിലേക്ക്, മേന്മയിലേക്ക് പ്രവേശിക്കുന്ന പ്രത്യാശാജനകമായ ഒരു സംഭവമാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്ന് വിശദമായി പറയാൻ സമയം അനുവദിക്കാത്തില്ലാത്തത് കൊണ്ട് സൂചിപ്പിച്ച് മാത്രം മുൻപോട്ട് പോവുകയാണ്. അപ്പോൾ യേശുവിനോട് പറയും, അങ്ങനെ നിന്റെ കമൻറ്റ് ബോക്സിൽ ഇപ്രകാരം എഴുതി വെച്ച ആ സഹോദരിയോട് പറയണം, ഈ മണലാരണ്യത്തിൻ്റെ അനുഭവം വളരെ വളരെ ആത്മീയമായ സാധ്യതകളെ ജനിപ്പിക്കാൻ, അവയുടെ ആരംഭം കുറിക്കാൻ പര്യാപ്തമാണ്, സാധ്യതയുള്ളതാണ്. പക്ഷേ അതെന്താണ് എന്ന് യഥാർത്ഥത്തിൽ മനസ്സിലാക്കണം. നാം ഇപ്രകാരമുള്ള അവസ്ഥയിലായി പോകുന്നത് നാം ഏത് അടിസ്ഥാനത്തിലാണോ ഇപ്പോൾ ജീവിക്കുന്നത് ആ അടിസ്ഥാനം തകരാറിലാണ്, അതിന് നിലനിൽപ്പില്ല. അതുകൊണ്ട് ആ അടിസ്ഥാനത്തെ ഒന്ന് പുതുക്കി പണിയേണ്ട ആവശ്യമുണ്ട് എന്ന് മനസ്സിലാകണമെങ്കിൽ നമുക്ക് സുപരിചിതമായ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദത്തിൽ നിന്ന്, അതിൻ്റെ അടിമത്വത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ചതിൽ നിന്നും വ്യത്യസ്തമായി, അതിൽ നിന്ന് വിദൂരമായി മണലാരണ്യത്തിൻ്റെ അനുഭവത്തിൽ പോയി നമ്മുടെ അവസ്ഥയെ സത്യസന്ധമായി ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ മാത്രമേ നാം ഇപ്പോഴായിരിക്കുന്ന അവസ്ഥയുടെ പാപ്പരത്വവും അപകടവും ന്യൂനതയും അപര്യാപ്തതയും ഒക്കെ മനസ്സിലാക്കി ഇതിൽ നിന്ന് വ്യത്യസ്തമായൊരവസ്ഥ പ്രാപിക്കാൻ എനിക്ക് ആവശ്യമുണ്ട് എന്ന സത്യം തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് നാം മണലാരണ്യത്തിൽ പോകേണ്ടത് എന്ന് തീർച്ചയായും യേശു പറയും. അതുകൊണ്ട് നമ്മുടെ ഈ 2026 ആണ്ടിലെ നോമ്പ് കാലം ഇപ്രകാരമുള്ള ഒരു തിരിച്ചറിവിൻ്റെ അവസ്ഥയാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, ആഗ്രഹിക്കാം. അപ്പോൾ യേശു മണലാരണ്യത്തിലേക്ക് പോകാൻ കാര്യം, അന്ന് യഹൂദന് മതപരമായ തീക്ഷ്ണത പൂർവാധികമായി വർദ്ധിച്ചിരുന്നു. യഹൂദൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ അംശങ്ങളെയും മതം സ്പർശിച്ചിരുന്നു, നിയന്ത്രിച്ചിരുന്നു. ഇടത്തോട്ട് നോക്കിയാൽ മതം, വലത്തോട്ട് നോക്കിയാൽ മതം, മുൻപോട്ട് നോക്കിയാൽ മതം, പുറകോട്ട് നോക്കിയാൽ മതം, മേപ്പോട്ട് നോക്കിയാൽ മതം, കീഴ്പോട്ട് നോക്കിയാൽ മതം. അങ്ങനെ മതം കൊണ്ട് ആവരണം ചെയ്യപ്പെട്ട യഹൂദൻ്റെ ജീവിതത്തിൽ അവനില്ലാതിരുന്നത് ദൈവത്തെ അറിയുവാനും ദൈവഹിതമനുസരിച്ച് ജീവിക്കാനുമുള്ള
ദൈവത്തിൽ നിന്ന് അകന്നുപോയ ഒരു ജനതയായി യഹൂദന്മാർ അലഞ്ഞും വലഞ്ഞും ഇരിക്കുന്നു എന്ന് യേശു തിരിച്ചറിഞ്ഞതിൻ്റെ ഫലമായിട്ടാണ് എന്താണ് ഈ മതത്തിൻ്റെ ആധിക്യത്തിൽ കൊണ്ട് മനുഷ്യന് സംഭവിക്കുന്ന കെടുതി എന്ന വ്യക്തമായി സത്യസന്ധമായി മനസ്സിലാക്കാൻ കൂടെയാണ് യേശു മരുഭൂമിയിലേക്ക് പോയത്. അതുകൊണ്ട് ഈ നോമ്പ് കാലത്ത് അപ്രകാരമുള്ള ഒരു ബോധവൽക്കരണം നമ്മുടെ ഇടയിൽ, നമ്മുടെ ഉള്ളിൽ സംഭവിക്കുന്നത് നോമ്പിനോട് നാം കാണിക്കുന്ന നീതിയും മര്യാദയുമായിരിക്കും എന്ന് ഞാൻ നിങ്ങളുടെ പരിഗണനയ്ക്ക് സമർപ്പിക്കുകയാണ്. അപ്പം അതുകൊണ്ട് യേശു മരുഭൂമിയിലേക്ക് പോയത് ദൈവവുമായി ഒന്നായിത്തീരുന്ന അവസ്ഥ പ്രാപിക്കുവാനാണ്. ആ ഒരവസ്ഥ പ്രാപിക്കാനായി മതത്തിൻ്റെ ചട്ടക്കൂടിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തുലവും സാധ്യമല്ല, അല്പം പോലും സാധ്യമല്ല എന്നതുകൊണ്ടാണ് മരുഭൂമിയിലേക്ക് പോയത്. ചരിത്രത്തിൻ്റെ സത്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പം ഐറിഷ് കവിയായിരുന്ന വില്യം ബട്ട്ലർ യീറ്റ്സ് അദ്ദേഹത്തിൻ്റെ ഒരു കവിതയിൽ പറയുന്നുണ്ട്, മനുഷ്യരാശിയുടെ പ്രത്യാശ ഉദിച്ചു വന്നത്, പൊട്ടിമുളച്ചത് വലിയ നഗരങ്ങളിലോ മനുഷ്യനിർമ്മിതമായ സാംസ്കാരിക സംഘടനകളുടെ ഉള്ളിൽ നിന്നോ ഒന്നുമല്ല, അത് മരുഭൂമിയിൽ നിന്ന് ഒട്ടകത്തിൻ്റെ പുറത്ത് കയറിയാണ് വന്നത് എന്ന് തൻ്റെ ഒരു കവിതയിൽ പറയുന്നുണ്ട് വില്യം ബട്ട്ലർ യീറ്റ്സ്. അത് വളരെ ഐതിഹാസികമായി, ഹിസ്റ്റോറിക്കലായി നോക്കുമ്പോൾ അത് ശരിയാണ് നമുക്ക് മനസ്സിലാകും. മഹാനഗരിയുടെ മധ്യത്തിൽ നിന്ന് മനുഷ്യന് ആധ്യാത്മികമായ പ്രചോദനവും ആശ്വാസവും പ്രദാനം ചെയ്യുന്ന ഒരു മതവും ഉണ്ടായിട്ടില്ല. ആകെപ്പാടെ ഉണ്ടായിട്ടുള്ളത് ഈ ഭൗതികവാദം അല്ലെങ്കിൽ മെറ്റീരിയലിസമാണ്. അതുകൊണ്ട് മനുഷ്യന് എന്ത് രക്ഷ കിട്ടി എന്നത് നമുക്കറിയാവുന്ന കാര്യമാണ്, കൂടുതലായി വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് ഈ മണലാരണ്യ അനുഭവത്തിൽ നാം യേശുവിനോട് കൂടെ പങ്കെടുക്കുമ്പോൾ ഏറ്റവും ആദ്യമായും അടിസ്ഥാനപരമായും നാം ചോദിക്കേണ്ട ചോദ്യം, ഈ മതം കൊണ്ടുള്ള പ്രശ്നം എന്താണ്? മതത്തിൻ്റെ പ്രശ്നം എന്താണ്? മതം ഉൾക്കൊള്ളുന്ന പ്രശ്നം എന്താണ്? മതം എന്ന പ്രശ്നം എന്താണ്? മതം ഒരു പ്രശ്നമായത് എങ്ങനെയാണ്? ഇതിനെപ്പറ്റി യാതൊരു വിവരവും നമ്മുടെ മധ്യത്തിലില്ല എന്നത് നമ്മെ ഏവരെയും വളരെയധികം ഞെട്ടിപ്പിക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. നാം വളരെ ആവേശത്തോടുകൂടെ മതത്തെ അള്ളിപ്പിടിക്കുകയും അതിൻ്റെ ആചാര അനുഷ്ഠാനങ്ങളെ തോളിലേറ്റ് നടക്കുകയും ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ ഇതുകൊണ്ട് മനുഷ്യന് വലിയ നഷ്ടം വന്നുകൊണ്ടിരിക്കുന്നുവെന്ന് യേശു കണ്ടുപിടിച്ചു, യേശുവിന് മനസ്സിലായി. അതുകൊണ്ട് അതിൽ നിന്ന് അത് വ്യത്യസ്തമായ അതിൻ്റെ ഒരു ഓൾട്ടർനേറ്റീവായിട്ടാണ് യേശു തൻ്റെ ആത്മീയമായ ദർശനം ആവിഷ്കരിക്കുകയും വിളിച്ചറിയിക്കുകയും ചെയ്തത്. അതിൻ്റെ പേരാണ് ദൈവരാജ്യം എന്നതാണ് സുവിശേഷത്തിൻ്റെ ഹൃദയഭാഗമെന്നിരിക്കെ ഈ ഒരു യാഥാർത്ഥ്യത്തെ തിരിച്ചറിയുവാൻ ക്രിസ്ത്യാനി ഇന്നും കൂട്ടാക്കുന്നില്ല എന്നത് വളരെ വിചിത്രമായ ഒരവസ്ഥയാണ്. അപ്പം എന്തുകൊണ്ടാണ് മതത്തിൻ്റെ പ്രശ്നം എന്താണ്? ഇത് നമുക്കൊന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചേ മതിയാകുകയുള്ളൂ. ആദ്യമായി മതം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മനുഷ്യൻ്റെ മതപരമായ ഭക്തി എന്ന് പറയുന്നത്, അതിനകത്ത് ഒന്നും ഒറിജിനലായിട്ട് കാണത്തില്ല. റിലിജിയോസിറ്റി ഓഫ് കൗണ്ടർ ഫീറ്റ്സ് എന്നാണ് ഞാനിവിടെ എഴുതി വച്ചിരിക്കുന്നത്. അതായത് മുക്കുപണ്ടങ്ങൾ, നമുക്കറിയാം സ്വർണം കൊണ്ടുള്ള ആഭരണമുണ്ട്, പിന്നെ ഇമിറ്റേഷൻ ജുവലറിയും ഉണ്ട്. മതത്തിൽ ഒറിജിനലായിട്ട് ഒന്നുമില്ല, എല്ലാറ്റിൻ്റെയും മുക്കുപണ്ടങ്ങളാണ്. അപ്പോൾ ഉദാഹരണമായിട്ട് കള്ളനോട്ടുകളുണ്ട്. കള്ളനോട്ടുകൾ ആളുകൾ കള്ളനോട്ട് അടിക്കാറുണ്ട്, സമർത്ഥരായ ആളുകൾ അതിന് ചെയ്യാറുണ്ട്. അപ്പം 1000 രൂപ അല്ലെ 2000 രൂപയുടെ ഒരു കള്ളനോട്ട് ഉണ്ടെന്ന് വിചാരിക്കും. ഈ കള്ളനോട്ട് കൊണ്ട് നിങ്ങൾ ഒരു പെട്രോൾ പമ്പിൽ പോയി നിങ്ങളുടെ കാറിൽ പെട്രോൾ അടിക്കും. പെട്രോൾ 20 ലിറ്റർ അല്ല, ഒരു 10 ലിറ്റർ പെട്രോൾ അടിച്ചിട്ട് നിങ്ങൾ ഈ 2000 രൂപയുടെ നോട്ട്, കള്ളനോട്ട് കൊടുക്കും. അതെന്താണെന്നറിയാതെ അവിടെ നിൽക്കുന്ന ആളെ സ്വീകരിക്കുകയും ബാക്കി നിങ്ങൾക്ക് തരികയും ചെയ്യും. അപ്പോൾ ഈ 2000 രൂപയുടെ കള്ളനോട്ട് പെട്രോൾ സ്റ്റേഷൻ്റെ ഉടമയുടെ കയ്യിലാണിപ്പോൾ. അയാൾ അത് കൊണ്ടുപോയി സൂപ്പർ മാർക്കറ്റിൽ പോയി വേറെ സാധനങ്ങൾ വാങ്ങിക്കുന്നു. അവിടെയും ഇത് തിരിച്ചറിയാതെ ക്രയവിക്രയത്തിന് ഇടം കൊടുത്തുകൊണ്ട് അത് അവിടെ പ്രവർത്തിക്കുന്നു. അങ്ങനെ അന്നത്തെ കളക്ഷൻ മുഴുവനും കൊണ്ട് ഈ സൂപ്പർ മാർക്കറ്റിൻ്റെ ഉടമ ബാങ്കിൽ നിക്ഷേപിക്കാൻ ചെല്ലുമ്പോൾ
ബാങ്കിലെ ഓഫീസർ അതിൻ്റെ പരിശോധിക്കുന്ന മെഷീനിട്ട് നോക്കിയപ്പോൾ അത് കള്ളനോട്ടാണെന്ന് കണ്ടുപിടിക്കുകയും പെട്ടെന്ന് അതിൻ്റെ വില 2000 രൂപയിൽ നിന്ന് ശൂന്യമായി തീരുകയും ചെയ്യുന്നു. അപ്പോൾ ആദ്യം പെട്രോൾ സ്റ്റേഷനിൽ അത് വർക്ക് ചെയ്തു, പിന്നെ സൂപ്പർ ബസാറിൽ അത് വർക്ക് ചെയ്തു. അതുകൊണ്ട് അതിന് ആത്യന്തികമായ എന്തെങ്കിലും വിലയുണ്ട് എന്ന് നമുക്ക് വിചാരിക്കാൻ, നിർബന്ധിക്കാൻ സാധ്യമല്ല. പക്ഷെ നാം അങ്ങനെയാണ് വിചാരിച്ചിരിക്കുന്നത്. മതമെന്ന് പറയുന്ന ഈ കള്ളനോട്ട് അതിന് വിലയുണ്ടോ ഇല്ലയോ എന്ന് നാം തിരിച്ചറിഞ്ഞ് വരുമ്പോഴത്തേക്കും നേരം നന്നേ വൈകിയിരിക്കും. ഞാൻ പണ്ട് വെളിപ്പെടുത്തിയിട്ടുള്ള പോലെ 70 വയസ്സിന് മേളിലുള്ള അനേകം ആളുകൾ ഈ അടുത്ത കാലത്ത് എന്നോട് ബന്ധം പുലർത്തിയവരെല്ലാം തന്നെ സഹിക്കാനാവാത്ത ആവലാതിയിലാണ്. കാരണം ഇന്ന് വരെ അവർ ആചരിച്ചതും വിശ്വസിച്ചതും എന്തുകൊണ്ടോ അവരുടെ അവസ്ഥയുമായി യാതൊരു പൊരുത്തമില്ലാതെ, അതിൽ അവർക്ക് ആശ്രയിക്കാവുന്ന അത്താണി ഒന്നും തന്നെ കാണാൻ ഇടയില്ലാതെ അവർ വലയുകയാണ്. അപ്പോൾ അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ട കാര്യം, മതം എപ്പോഴും ഉപയോഗിക്കുന്നത് ഒറിജിനലായിട്ടുള്ള കാര്യങ്ങളല്ല, അതിൻ്റെ ഇമിറ്റേഷൻസ് ആണ് എന്ന് ദയവായി മനസ്സിലാക്കുക. അതിൻ്റെ 2 ഭാഗങ്ങൾ ഇവിടെ ഞാൻ കുറിച്ച് വെച്ചിട്ടുണ്ട്. ഒന്ന്, മതം, റിലിജിയൻ substitutes itself for God. ഉദാഹരണമായിട്ട് ദൈവത്തെ സ്നേഹിക്കുക എന്നത് വാക്കുകൊണ്ട് പറയുമെങ്കിലും മതത്തിൻ്റെ ഒരംശത്തിൽ പോലും യഥാർത്ഥത്തിൽ നാം ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്നത് തെളിയിക്കപ്പെടുവാൻ യാതൊരു അവസരവുമില്ല. നാം ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് മതപരമായി പരിഗണിക്കുമ്പോൾ ആകപ്പാടെ അവശേഷിക്കുന്നത് നാം എത്ര രൂപ കൊടുക്കുന്നു, ദൈവവേലയ്ക്ക് എത്ര രൂപ കൊടുക്കുന്നു എന്നതല്ലാതെ നാം യഥാർത്ഥത്തിൽ ദൈവഹിതം അനുസരിച്ച് ജീവിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിച്ച് തിട്ടപ്പെടുത്തുന്ന ഒരു സമീപനവും ഒരു സഭയിലുമില്ല, ഒരു മതത്തിലുമില്ല. അതുകൊണ്ട് ദൈവത്തിൽ യേശു പറഞ്ഞു, നിങ്ങൾ എന്നിൽ വസിപ്പിൻ, ഞാൻ നിങ്ങളിൽ വസിക്കാം. അങ്ങനെയുള്ള അനുഭവം ഉണ്ടാകണം, ഡയറക്റ്റ് പേഴ്സണൽ എക്സ്പീരിയൻസ് ഉണ്ടാകണമെന്ന് യാതൊരു നിർബന്ധവും ഒരു മതത്തിലുമില്ല, ഒരു സഭയിലുമില്ല. പിന്നെ ദൈവവേലയ്ക്ക് കൊടുക്കണമെന്നല്ലാതെ, എന്ന വാക്കുച്ചരിച്ചുകൊണ്ടിരിക്കണമെന്നല്ലാതെ, അത് സംബന്ധമായി സത്യസന്ധമായി ജീവിക്കുന്ന ഒരവസ്ഥയിലേക്ക് പ്രവേശിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അപ്പോൾ നമ്മൾ മതത്തെ വിശ്വാസ പ്രമാണമായി ഒതുക്കുന്നു. എന്നാൽ ആ വിശ്വാസ പ്രമാണം ജീവിതത്തിൽ കൊണ്ടുവരാൻ നോക്കിയാൽ അത് വലിയ അപകടമാണ് എന്ന വിശ്വാസവും നമ്മൾ വെച്ചു പുലർത്തുന്നു. നമുക്കറിയാം, സീറോ മലബാർ സഭയിൽ നടക്കുന്ന പ്രശ്നങ്ങൾ അത് സക്രമന്ത് സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളാണ്, അത് തമ്മിലുള്ള വിശ്വാസമാണ്. അത് കിഴക്കോട്ട് തിരിയണമോ വടക്കോട്ട് തിരിയണമോ, എന്നാൽ യഥാർത്ഥത്തിൽ യേശു വിഭാവന ചെയ്ത ആത്മീയമായ ജീവിതവും അതിൻ്റെ അവസ്ഥയും എന്തായിരുന്നു എന്നതിനെപ്പറ്റി ചിന്തിക്കുന്ന ആരും തന്നെയില്ല. 2 ചേരികളായി നിന്ന് പരസ്പരം യുദ്ധം ചെയ്യുകയാണ്. നിങ്ങൾ അന്യോന്യം സ്നേഹിക്കണമെന്ന് പറഞ്ഞ് അതിനുവേണ്ടി ആക്കി വെച്ച ഈ സക്രമെൻ്റൽ എക്സ്പീരിയൻസ് കൊണ്ട് മനുഷ്യർ കാണിക്കുന്ന ഈ കോലാഹലങ്ങൾ എന്താണെന്ന് ഒന്ന് പരിഗണിച്ചാൽ ഞാൻ പറയുന്ന കാര്യം ശരിയാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ദൈവത്തിൽ വസിക്കുന്നതിന് പകരം, ദൈവഹിതം അനുസരിച്ച് പ്രവർത്തിക്കുന്നതിന് പകരം ചില വിശ്വാസ പ്രമാണങ്ങൾ മാത്രം, അത് ക്രീഡാണെങ്കിലും വിശ്വാസത്തിൻ്റെ മറ്റ് സംഗതികളാണെങ്കിലും ദൈവശാസ്ത്രപരമായ കാര്യങ്ങളാണെങ്കിലും, ഉദാഹരണമായിട്ട് ജീസസ് ഹൈപ്പോസ്റ്റാറ്റിക് നേച്ചർ, ഹൈപ്പോസ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ ദി എസെൻഷ്യൽ നേച്ചർ ഓഫ് ജീസസ്, അതിനെപ്പറ്റി യേശുവിൻ്റെ യഥാർത്ഥത്തിലുള്ള സ്വഭാവത്തെപ്പറ്റി ദീർഘകാലം വലിയ വലിയ വാഗ്വാദങ്ങൾ നടന്നിട്ടുണ്ട്. യേശു യഥാർത്ഥത്തിൽ മാത്രമായിരുന്നു, ദൈവമായിരുന്നു. ഒരു മനുഷ്യന് ദൈവവും മനുഷ്യനുമായി ഒരേ സമയത്തായിത്തീരാൻ സാധിക്കുമോ? ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. എങ്കിലും യേശുവിനോട് താതാത്മ്യം പ്രാപിച്ച് അവനിൽ വസിക്കുന്ന അവസ്ഥയിൽ നാം പുറപ്പെടുവിക്കുന്ന ആത്മീയമായ ഫലം എന്തായിരിക്കണം, അത് വിശ്വാസികൾ ആ അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയിലായിത്തീരത്തക്കവണ്ണം അവരെ പരിശീലിപ്പിക്കാനുള്ള ചുമതല സഭയ്ക്കുണ്ടോ എന്നതിനെപ്പറ്റി യാതൊരു അന്വേഷണവും നടക്കാറില്ല. ഇന്നും അപ്രകാരം തന്നെയാണ് എന്ന് ഞാൻ മനസ്സിലാക്കി. അപ്പം
നിങ്ങൾ ബെഥനിയിലെ മറിയയോട് ചോദിക്കുകയാണ് യേശുവിൻ്റെ സ്വഭാവം. യേശു മനുഷ്യനായിരുന്നോ അതോ ദൈവമായിരുന്നോ, അതോ ദൈവമോ മനുഷ്യനോ ആയിരുന്നോ എന്ന് ചോദിച്ചാൽ മേരി പറയും ഡോണ്ട് ബി സ്റ്റുപ്പിഡ് എന്ന് പറയും. ഞാൻ അറിയുന്ന യേശുവിനെ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ വാഗ്വാദത്തിൽ ഒതുക്കുന്നത്? എൻ്റെ ജീവിതത്തിൻ്റെ വെളിച്ചമായ യേശു, എന്നെ ഞാനാക്കിയ യേശു, അവനും നിങ്ങൾ നടത്തുന്ന ഈ അധര വ്യായാമവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ബെഥനിയിലെ മറിയ ചോദിക്കും എന്നതിന് യാതൊരു സംശയമില്ല. രണ്ടാമതായിട്ട് നമ്മുടെ ഭക്തി എന്ന് പറയുന്നത് യാതൊരു ആത്മീയ അനുഭവമില്ലാതെ യേശു കണ്ട ആ അത്തിവൃക്ഷം പോലെ വിശന്നപ്പോൾ അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന പ്രതീക്ഷയിൽ യേശു ഒരു അത്തിവൃക്ഷത്തെ സമീപിച്ചുവെന്നും അത് ഫലശൂന്യമായി കണ്ടതിനെ ശപിച്ചുവെന്നും നാം വായിക്കുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ യാതൊരു വിധത്തിലുള്ള ആത്മീയമായ ഫലവും പുറപ്പെടുവിക്കാതെ ഞായറാഴ്ച തോറും അവിടെ പള്ളിയിൽ പോയി ചില കാര്യങ്ങൾ ഉറക്കത്തിനും ബോധമുള്ള അവസ്ഥയ്ക്കും മധ്യേ ഏതോ ജൽപ്പിച്ച് നമ്മൾ മടങ്ങി വരുന്നു. അതുകൊണ്ട് ഭക്തിയാണെന്ന് നാം വിശ്വസിക്കുന്നു. അപ്പോൾ യഥാർത്ഥത്തിലുള്ള ജീവിതം, ഞാനിവിടെ എഴുതിയിരിക്കുന്നത് റിയൽ ലൈഫും റിയൽ ലൈഫും തമ്മിലുള്ള വ്യത്യാസം. യേശു അവതരിപ്പിക്കുന്നത് യഥാർത്ഥ ജീവിതമാണ്. അതുകൊണ്ടാണ് പറയുന്നത് അവർക്ക് ജീവനുണ്ടാകുവാനും സമൃദ്ധമായ ജീവനുണ്ടാകുവാനും. മതം എന്നത് റിയൽ ലൈഫാണ്. ഇപ്പോൾ നമ്മൾ സിനിമ കാണുന്നത് പോലെ മിക്കവാറും എല്ലാം കാഴ്ചയിൽ ഒതുക്കുന്ന അനുഭവമില്ലാതെ നമ്മൾ തിയേറ്ററിൽ പോയി ഒരു സിനിമ കാണുമ്പോൾ ചില കാര്യങ്ങൾ കാണാനോട് കണ്ടാൽ വളരെ നല്ല കാര്യമാണ്. ഒരു നല്ല സിനിമ കണ്ടിട്ട് 10 പേരോട് അതിനെപ്പറ്റി സംസാരിച്ചു വന്നിരിക്കും, അതിൽ അല്പം ആശ്വാസം കണ്ടെന്നിരിക്കും, സന്തോഷിച്ചു വന്നിരിക്കും, ചിരിച്ചു വന്നിരിക്കും, കരഞ്ഞു വന്നിരിക്കും. എന്നാൽ അതിനകത്ത് നമ്മുടേതായ അനുഭവമൊന്നുമില്ല. ഇത് മാത്രമാണ് മതത്തിൽ നിൽക്കുന്നത് എന്ന് യേശു അറിഞ്ഞിട്ടാണ് പറയുന്നത് അവർക്ക് ജീവനുണ്ടാകുവാനും സമൃദ്ധമായ ജീവനുണ്ടാകുവാനും അത്രേ വന്നത്. അത് മതത്തിൽ നിന്ന് ഒരു കാലത്തും ആരും പ്രതീക്ഷിക്കരുത് എന്നത് വളരെ വ്യക്തമായി യേശുവിൻ്റെ ജീവിതത്തിൽ കൂടെയും പഠിപ്പീരുകളിൽ കൂടെയും പ്രതികരണങ്ങളിൽ കൂടെയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് നമുക്ക് മതമെന്ന് പറഞ്ഞാൽ ആചാരക്രമങ്ങൾ, റിച്വൽസ്, ചില ക്രമീകരണങ്ങൾ, സെറിമണീസ്, പക്ഷെ അനുഭവം ഒന്നുമേ ഇല്ല. ഉദാഹരണമായിട്ട് അന്ത്യത്താഴം, വിശുദ്ധ സക്രമെന്റ്. എന്നാൽ സക്രമെന്റൽ എക്സ്പീരിയൻസ് ഉണ്ടോ? അതല്പം പോലുമില്ല. നമ്മുടെ വ്യക്തിത്വം സക്രമെന്റൽ ആകണമോ? അതിലാർക്കും താല്പര്യമില്ല. ഞായറാഴ്ച പോവുക, താരിപ്പനുസരിച്ച് അല്പം ഉണങ്ങിയ അപ്പക്കഷ്ണവും 1 സ്പൂൺ മുന്തിരിച്ചാറും കഴിച്ച് വീട്ടിൽ വരിക. ഇതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്തായിരുന്നു? ഇതിൽ പങ്കെടുക്കുന്നതോടെ നമ്മുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കേണ്ടത്? ഇതിനെപ്പറ്റിയൊന്നും യാതൊരു കരുതലും ചിന്തയും ഇത് ആചരിക്കുന്ന പുരോഹിതനോ അത് അനുഭവിക്കുന്ന വിശ്വാസിക്കോ ഇല്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമുക്ക് സെറിമണീസ് ഉണ്ട്, പക്ഷേ എക്സ്പീരിയൻസ് ഇല്ല. നോ സ്പിരിച്വൽ എക്സ്പീരിയൻസ്. അതുപോലെ തന്നെ ചില അവസരങ്ങളിൽ നാം കുരിശ് വരയ്ക്കാറുണ്ട്. പ്രത്യേകിച്ച് ചില സഭകളിൽ ആരാധനാമധ്യത്തിൽ ഇന്ന സ്ഥലത്തെത്തുമ്പോൾ കുരിശ് വരയ്ക്കണം. അപ്പോൾ എല്ലാവരും യാന്ത്രികമായി കുരിശ് വരയ്ക്കും. പക്ഷേ കുരിശിൻ്റെ അർത്ഥം എന്താണ്? ജീവിതത്തിൽ കുരിശിൻ്റെ അനുഭവം തള്ളിക്കളയുന്നവരാണ് ആരാധനാമധ്യേ വളരെ കൃത്യമായി കുരിശ് വരയ്ക്കുന്നത് എന്നും കൂടെ നാം ഈ സമയത്ത് ഓർത്തിരിക്കേണ്ടതാണ്. അപ്പം അതുകൊണ്ട് രണ്ടാമതായി നാം മനസ്സിലാക്കേണ്ടത് മതത്തിൽ സ്ഥിതി ചെയ്യുന്ന ദൈവസങ്കല്പങ്ങൾ തികച്ചും അബദ്ധജടിലമാണ്. യാതൊരു വിധത്തിലും സത്യസന്ധതയില്ലാത്ത വിധത്തിലാണ് നാം ദൈവത്തെ തന്നെ മനസ്സിലാക്കുന്നത്. ഉദാഹരണമായിട്ട് നാം ദൈവത്തെ സമീപിക്കുന്നത് ഒരു കോടതിയിൽ വക്കീലന്മാരെ നിയമിച്ച് നമ്മുടെ കാര്യങ്ങൾ അവിടെ അറിയിക്കുന്നത് പോലെയാണ്. വി അപ്രോച്ച് ഗോഡ് ലൈക്ക് ഇൻ എ കോർട്ട് ഓഫ് ലോ ത്രൂ അറ്റേർണീസ്. അങ്ങനെ ഒരു ദൈവത്തെയാണോ യേശു നമുക്ക് കാട്ടിത്തന്നത്? നമ്മുടെ സ്വർഗസ്ഥനായ പിതാവായിട്ട് കാണണം, ഇടനിലക്കാരുണ്ടാകരുത് എന്ന് കൃത്യമായി പഠിപ്പിച്ചിരിക്കെ ഇടനിലക്കാരുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അങ്ങോട്ട് കണ്ണ് അയക്കാൻ പോലും സാധ്യമാകുകയുള്ളൂ. ഞങ്ങളിൽ കൂടെ പോയില്ല എങ്കിൽ നിങ്ങളുടെ കാര്യം കഷ്ടമാണ് എന്ന് പഠിപ്പിച്ചിരിക്കെ ആ ഉപദേശത്തിൽ മാത്രം അതിൻ്റെ അടിമകളായി കഴിയുന്നവർ മതത്തിൻ്റെ അടിമകളാണ്. അവർക്ക് ദൈവവുമായി ബന്ധമുണ്ടാകാൻ സാധ്യമല്ല എന്ന ഒരു തിരിച്ചറിവ് യേശു മണലാരണ്യത്തിൽ പോയി ധ്യാനിച്ചതിൽ
അടങ്ങിയിട്ടുണ്ട്. അത് കൃത്യമായി അന്വേഷിച്ചാൽ മനസ്സിലാകും എന്ന് ഞാൻ ഈ തരുണത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. മൂന്നാമതായി പറയുന്നത്, ഞാനിവിടെ എഴുതി വച്ചിരിക്കുന്നത്, റിലിജിയൻ കൺസിസ്റ്റ് ഓഫ് റെവറൻസ് ഫോർ ദ പാസ്റ്റ്. പണ്ട് നടന്ന കാര്യങ്ങളെ പറ്റിയുള്ള ഭക്തി മാത്രമാണ് നമ്മുടെ മതബോധം. ഇന്ന് ജീവിച്ചിരിക്കുന്ന ദൈവത്തെ പറ്റിയുള്ള യാതൊരു അനുഭവവും അറിവും നമുക്കില്ല. അപ്പോൾ കഴിഞ്ഞ കാല സംഭവങ്ങളെ പറ്റിയുള്ള നമ്മുടെ ബഹുമാനം ഞാൻ എഴുതിയിരിക്കുന്നത്, ഇറ്റ് ഈസ് പ്രൊപ്പോർഷണേറ്റ് ടു അവർ ഇഗ്നറൻസ് ഓഫ് ഇറ്റ്. കഴിഞ്ഞ കാലം പണ്ടൊക്കെ പറഞ്ഞു എന്ന് പറയുന്ന, നമുക്ക് പറഞ്ഞു കേട്ട് മാത്രം അറിവുള്ള കാര്യങ്ങളെപ്പറ്റി നമ്മുടെ അജ്ഞത, ഇഗ്നറൻസ് എത്ര വലുതാണോ അത്രയും നമ്മുടെ ഭക്തി കൂടിയിരിക്കും. അപ്പം നമ്മുടെ ഭക്തി എന്ന് പറയുന്നത് ഒട്ടുമുക്കാലും അജ്ഞത കൊണ്ട് മാത്രം നിലനിൽക്കുന്നതാണ്. അതുകൊണ്ടാണ് അതിനെപ്പറ്റി ആരെങ്കിലും ഒരു ചോദ്യം ചോദിച്ചാൽ നമ്മൾ ചൂളിപ്പോകുന്നത്. കാരണം നമ്മൾ വിശ്വസിക്കുന്നത് എന്താണെന്ന് യാതൊരു ബോധവുമില്ല. അതുകൊണ്ട് ആരെങ്കിലും ഒരു ചോദ്യം ചോദിച്ചാൽ അങ്ങനെ ചോദിക്കുന്നവർ ശത്രുക്കളാണ്. അവനെ ഒന്നിലൊഴിവാക്കണം, അല്ലെ തല്ലി ഓടിക്കണം എന്ന ഒരു ചിന്ത മാത്രമേ നമ്മുടെ ഇടയിലുള്ളൂ. കാരണം ഇന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവത്തോട് ചേർന്ന് നിൽക്കുന്ന ഒന്നും തന്നെ നമ്മുടെ മത ആചാരങ്ങളിലില്ല. അതുകൊണ്ടാണ് ലൗദോക്യ സഭയിൽ യേശുവിനെ അകത്ത് കയറ്റാതെ നിർത്തിയിരിക്കുന്ന. കാരണം സഭയ്ക്കുള്ളിൽ ജീവിക്കുന്ന ദൈവത്തിന് ഇടമുണ്ടാകാൻ ഒരു വിധത്തിലും സാധ്യമല്ല എന്ന സത്യം ഇത്രമാത്രം വ്യക്തമായി വളരെ വളരെ മൂർച്ചയോടുകൂടെ അവതരിപ്പിച്ചിട്ടും എന്തുകൊണ്ടോ ക്രിസ്ത്യാനിയുടെ കണ്ണിൽ അത് പെടുന്നില്ല. ഇന്ന് നമ്മോടുകൂടെ ജീവിക്കുകയും ഇന്ന് നീതിയുടെ പാതയിൽ നമ്മെ നടത്തുകയും ചെയ്യുന്ന ദൈവത്തെ അറിയുവാൻ മതം കൂട്ടാക്കാറില്ല. പണ്ട് സംഭവിച്ച കാര്യങ്ങളിൽ മാത്രം നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഇപ്പോഴുള്ളതിനെ എല്ലാം മറന്ന് ഏതാണ്ട് ഒരു സ്വപ്ന ലോകത്തിൽ കഴിയുന്നത് പോലെയാണ് നമ്മുടെ മതജീവിതം എന്ന് ദയവായി മനസ്സിലാക്കുക. ഉദാഹരണമായിട്ട് നമുക്കറിയാം, മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായത്തിൽ ധനികനായ ഒരു യുവാവ് യേശുവിൻ്റെ അടുത്ത് അവൻ സ്വർഗരാജ്യത്തിൽ പോകാൻ എന്ത് വേണമെന്നൊക്കെ അറിയാനായിട്ട് യേശു പറഞ്ഞു, നീ നിനക്കുള്ളതൊക്കെ വിറ്റ് ദരിദ്രർക്ക് കൂടി തന്നെ അനുഗമിക്കുക, അപ്പോൾ നീ ജീവൻ അവകാശമാക്കുമെന്ന് പറയുന്നു. അപ്പോൾ നമ്മുടെ ഓർത്തഡോക്സ് സഭ ഈ ധനികനായ യുവാവിനെ പോലെ, ഓർത്തഡോക്സ് സഭയ്ക്ക് വലിയ സ്വത്തും പൊക്കണമൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഈ ധനികനായ യുവാവിനെ പോലെ ഒരു മണ്ഡലത്തിലും കാണിച്ചു യേശുവിൻ്റെ അടുത്ത് പോയി ചോദിക്കുകയാണ്, ഞങ്ങൾ എന്ത് ചെയ്യണം? അപ്പോൾ യേശു അവരോട് പറയുകയാണ്, നിങ്ങൾ ഓർത്തഡോക്സുകാരുടെ പള്ളി മോഷ്ടിക്കുന്ന പരിപാടി നിർത്തണം. അവരെ നിങ്ങൾ വെള്ളത്തിലാക്കരുത്, നിങ്ങൾ വഴിയിലാക്കരുത്, അവരോട് നീതി പാലിക്കണമെന്ന് പറഞ്ഞാൽ എന്ത് സംഭവിക്കും? നിങ്ങൾക്കത് വിഭാവന ചെയ്യാൻ സാധിക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ജീവിക്കുന്ന ദൈവത്തെ ഉൾക്കൊള്ളുവാൻ ഒരു സഭയ്ക്കും ഒരു മതത്തിനും സാധ്യമല്ല. മരിച്ച ദൈവത്തെ വളരെ വികാരത്തോടുകൂടെ ഓർക്കുകയും ആരാധിക്കുകയും ദൈവം മരിച്ചതുകൊണ്ട് നമുക്കിപ്പോൾ നമ്മുടെ താല്പര്യമനുസരിച്ച് ജീവിക്കാം എന്നൊരു ആശ്വാസം കൂടെ നൽകുന്നതാണ് ഈ സഭ അല്ലെങ്കിൽ മതം എന്ന് ദയവായി തിരിച്ചറിയുക. അപ്പം അതുകൊണ്ട് അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത്, മതത്തിൻ്റെ 4-ാമത്തെ പ്രശ്നം എന്ന് പറയുന്നത്, മതം തികച്ചും അല്പന്മാരുടെ രാജ്യമാണ്. അല്പന്മാർ രാജാക്കന്മാരായി നടിക്കുന്ന ഒരു സംവിധാനമാണ്. റിലിജ്യൻ ഹാസ് ബിക്കം എ കിങ്ഡം നോട്ട് ഓഫ് ഗോഡ് ബട്ട് ഓഫ് ദ മീഡിയോക്കർ. യാതൊരു വിവരവുമില്ലാത്ത ആളുകൾ, യാതൊരു കഴിവുമില്ലാത്തവർ രാജാക്കന്മാരായി ചക്രവർത്തിമാരായി മറ്റുള്ളവരുടെ മേൽ കുതിര കയറുന്ന പരിപാടിയാണ് സത്യത്തിൽ അനുഭവത്തിൽ ഇത് എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും. അതിൻ്റെ ചില ഉദാഹരണങ്ങൾ മാത്രം ഞാൻ ചൂണ്ടിക്കാണിക്കും. സമയം അതിക്രമിച്ചു പോകുന്നത് കൊണ്ട് ഞാൻ വിശദീകരിക്കാതെ വായിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഹോസ്റ്റിലിറ്റി ടു റീസൺ ആൻഡ് ഗുഡ് സെൻസ്. മതത്തിൽ എന്തുകൊണ്ടാണ് മനുഷ്യന് യുക്തി, ദൈവം നൽകിയ ഏറ്റവും മനോഹരമായ കഴിവാണ് യുക്തി, ചിന്തിക്കാനുള്ള കഴിവ്. അത് അപകടമാണ് എന്ന് മതത്തിൽ ഇത്ര ശക്തമായി വാദിക്കാൻ കാര്യം, അതിൻ്റെ ചുക്കാൻ പിടിക്കുന്ന ആളുകൾ ഒട്ടുമുക്കാലും ചിന്തിക്കാൻ കഴിവില്ലാത്ത പ്രജ്ഞയറ്റ ആളുകളാണ് എന്നതുകൊണ്ട്. രണ്ടാമതായി, ഈ യാതൊരു കഴിവുമില്ലാത്ത ആളുകൾക്ക് കസേര കിട്ടിയാൽ അവരതുകൊണ്ട് ആകെപ്പാടെ ചെയ്യുന്നത് എത്രയും പേരെ അവിടെ കാൽക്കീഴയാക്കാമോ അത് മാത്രം ചെയ്യും. കൺട്രോൾ ഓറിയൻറ്റേഷൻ. അങ്ങനെ മറ്റുള്ളവരെ അവിടെ ചൊൽപ്പിടിക്ക് നിർത്തണമെന്ന് മാത്രം അറിയുന്ന ആളുകൾ വളരെ ആന്തരികമായ അസുരക്ഷിതാവസ്ഥ, പേഴ്സണൽ ഇൻസെക്യൂരിറ്റി ഉള്ളവരാണ്.
ആത്മാഭിമാനമുള്ളവർ, ആത്മധൈര്യമുള്ളവർ മറ്റുള്ളവരെ അടിമകളാക്കാൻ ശ്രമിക്കാറില്ല. ഇത് കുപ്പായത്തിൻ്റെ നിറമൊന്ന് മാറിക്കഴിഞ്ഞാൽ മറ്റുള്ളവരെല്ലാം അവരുടെ അടിമകളാണെന്നും അവരെന്ത് പറഞ്ഞാലും എന്തെല്ലാം ധിക്കാരം കാണിച്ചാലും അത് സഹിക്കുകയും അതിനെപ്പറ്റി നന്ദിയുള്ളവരായിരിക്കണം എന്ന് പറയുന്ന ആളുകൾ അല്പന്മാരും ശുംഭന്മാരും യാതൊരു വിധത്തിലുള്ള വ്യക്തിപരമായ സുരക്ഷിതത്വമില്ലാത്തവരുമാണ് എന്ന് ജനം തിരിച്ചറിഞ്ഞാൽ അവർക്ക് അതുകൊണ്ട് തന്നെ അല്പം ആശ്വാസമുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മൂന്നാമതായി ഈ അല്പന്മാർക്ക് കസേര കിട്ടിയാൽ പിന്നെ അവർ ആദ്യം നോക്കുന്നത് അതുകൊണ്ട് എത്രമാത്രം പണമുണ്ടാക്കാം. കാരണം അവരുടെ അല്പത്തരത്തിൻ്റെ നഗ്നത ഒന്ന് മറയ്ക്കാനായിട്ട് ആകെപ്പാടെ അവർക്ക് ഉള്ളത് ഈ ലോകത്തിൻ്റെ മോദി വലിയ വലിയ വസ്ത്രം, കണ്ടഞ്ചപ്പിക്കുന്ന വസ്ത്രം എടുക്കുന്നു, പൊന്തൻ കാറുകളിൽ കറങ്ങി നടക്കുന്നു, വലിയ മണിമാളികളിൽ ജീവിക്കുന്നു, പിന്നെ വലിയ വലിയ ആളുകളുടെ കൂടെ നിൽക്കുന്നു, നടക്കുന്നു. ഇങ്ങനെയുള്ള പ്രകടനങ്ങളും പ്രഹസനങ്ങളും ഇത് മാത്രമേ അവർക്ക് അറിയുള്ളൂ. ആത്മീയമായ വ്യക്തിത്വത്തിൻ്റെ ഗാംഭീര്യത്തിൽ പ്രാപിക്കാവുന്ന ആ അധികാരം, സ്പിരിച്വൽ അതോറിറ്റി എന്ന് പറയുന്നത് ഒരു വിധത്തിലും ഇങ്ങനെയുള്ള ആളുകൾക്ക് പ്രാപ്യമല്ലാത്തത് കൊണ്ട് അവർ ജനങ്ങളുടെ കണ്ണഞ്ചിപ്പിക്കാനായി ഉപയോഗിക്കുന്നത് ഭൗതികമായ മിനുക്കവും തിളക്കവുമാണ്. അതൊക്കെ നാം കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്, കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. നാലാമതായിട്ട് സത്യത്തെ ഒരിക്കലും സ്വീകരിക്കാതെ അതിന് പകരം ചില പ്രഹസനങ്ങൾ, അപ്പിയറൻസ് ഈസ് ഗ്രേറ്റർ ദാൻ ട്രൂത്ത്. അപ്പോൾ ഒരു വലിയ വലിയ ഭക്തനാണെന്ന് നടിച്ചു നടക്കുക. അതുകൊണ്ടാണ് ആചാരങ്ങൾക്ക് ഇത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നത്. ഇപ്പോൾ ഓർത്തഡോക്സ് സഭയിലെ ഒരു മെത്രാൻ എന്നൊക്കെ പറഞ്ഞാൽ നോമ്പൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ അവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അത് കൃത്യമായിട്ട് ഇങ്ങനെ പാലിച്ച് താൻ പാലിക്കുന്നതെന്ന് എല്ലാവരും അറിയണം. കാരണം ഇങ്ങനെ മാത്രമേ അവർ വിശുദ്ധന്മാരാണ് എന്ന് സാധാരണ ജനം തെറ്റിദ്ധരിക്കാൻ സാധ്യമാകുകയുള്ളൂ എന്നതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെയുള്ള ആചാരങ്ങൾക്ക് ഇത്രമാത്രം വില കൊടുക്കുന്നത്, അല്ലാതെ ആത്മാർത്ഥതയോടുകൂടി ഒന്നുമല്ല എന്ന് ദയവായി തിരിച്ചറിയുക. അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത്, അങ്ങനെയുള്ള സഭ, അതായത് ദൈവത്തെ മാറ്റി നിർത്തിയിട്ട് മനുഷ്യൻ്റെ അല്പത്തരം കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഈ സഭകൾ യേശുവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ കള്ളന്മാരുടെ ഗുഹയായിത്തീരും. അതിന് യാതൊരു മാറ്റവും ഉണ്ടാകുകയില്ല. കാരണം ഈ സഭകളുടെ അടിസ്ഥാനം തന്നെ അസത്യമാണ്. സഭകളുടെ അടിസ്ഥാനം യേശു ക്രിസ്തുവാണ് എന്ന് പറയുന്നതാണ് ലോകത്തിലേക്ക് ഏറ്റവും വലിയ കള്ളം. ആ അടിസ്ഥാനത്തിലല്ല സഭ നിൽക്കുന്നത്, പ്രവർത്തിക്കുന്നത്. സഭയുടെ അടിസ്ഥാനം ദൈവമല്ല, മാമോൻ തന്നെയാണ്. ദൈവത്തിൻ്റെ പേക്കോലം എടുത്ത് കാണിക്കുമെന്നല്ലാതെ, അതായത് ഒന്നും കാണാൻ കഴിവില്ലാത്ത അന്ധനായ ദൈവം, ഒന്നും മനസ്സിലാക്കാൻ കഴിയാത്ത പൊട്ടനായ ദൈവം, നമ്മളങ്ങോട്ട് അറിയിക്കുന്ന കാര്യങ്ങൾ മാത്രം അറിഞ്ഞ് പ്രവർത്തിക്കുന്ന ദൈവം, നമ്മുടെ മുഖസ്തുതി കേട്ടാൽ ഇളകിപ്പോകുന്ന ദൈവം, നമ്മൾ കൈക്കൂലി കൊടുത്താൽ നമ്മുടെ കാര്യങ്ങൾ നടത്തി തരുന്ന ദൈവം, ഇങ്ങനെയുള്ള നികൃഷ്ടമായ മൃഗത്തെ പോലും അപമാനിക്കാൻ പര്യാപ്തമായ സങ്കല്പങ്ങളുടെ ആകത്തുകയായ നാം ദൈവത്തെ മനസ്സിലാക്കി അതനുസരിച്ച് രൂപീകരിച്ചിരിക്കുന്ന സംവിധാനത്തിൽ എങ്ങനെയാണ് മനുഷ്യന് ഗുണം വരുന്നത് എന്ന് ദയവായി ചിന്തിക്കുക. നമ്മുടെ ചുറ്റും സംഭവിക്കുന്ന കാര്യങ്ങൾ നാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് തിരിച്ചറിയുവാൻ നാം ധൈര്യം കാണിക്കാത്തത് എന്തുകൊണ്ടാണ്? അത് പരിഗണിച്ചിട്ടാണ് യേശു മരുഭൂമിയിലേക്ക് പോയത്. കാരണം ഈ മതത്തിൻ്റെ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് മനുഷ്യന് ദൈവത്തെ അന്വേഷിപ്പാനോ ധ്യാനിപ്പാനോ ദൈവത്തോടൊന്നായിത്തീരുന്ന അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ അവസ്ഥ പ്രാപിപ്പാനോ സാധ്യമല്ല. ആ അവസ്ഥ പ്രാപിക്കാതെ മനുഷ്യരാശിക്ക് നന്മ വരുന്ന ഒരു ദൗത്യവും നിർവഹിപ്പാൻ സാധ്യമല്ല എന്നതുകൊണ്ടാണ് മരുഭൂമിയിലേക്ക് വാങ്ങിപ്പോയി അവിടെ വളരെ സ്പഷ്ടമായ ഒരു ആത്മീയ ദർശനം രൂപീകരിക്കത്തക്കവണ്ണം 40 പകലും 40 രാവും ഉപവസിച്ച് ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ ആയിത്തീരുന്ന ഏറ്റവും ക്രിയാത്മകമായ ആത്മീയ സർഗാത്മക നിറഞ്ഞു നിൽക്കുന്ന വെളിച്ചത്തിൻ്റെ അനുഭവമായിരുന്നു യേശുവിൻ്റെ മണലാരണ്യ അവസ്ഥ എന്നത് നാം ഏവരും തിരിച്ചറിയുന്ന ഒരു നല്ല തിരിച്ചറിവിൻ്റെ അവസ്ഥയായി 2026 ആണ്ടിലെ നോയമ്പ് ഭവിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം.